പാകിസ്ഥാൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ISI ബന്ധമുള്ള ഷെഖ്സാദ് ഭട്ടി എന്നുള്ള ഭീകരവാദ സംഘടനയിൽപ്പെട്ട 2 പേർ കേരളത്തിൽ നിന്ന് പിടിയിലായിട്ടുണ്ട്. ഇന്ത്യയിൽ ആകെ മൊത്തം 253 പേരെ പിടികൂടിയിട്ടുണ്ട്. അതിൽ 2 പേർ മലയാളികളാണ്. ഒന്ന് ആലോചിക്കുക, നമ്മൾ പ്രബുദ്ധരാണ്, സാക്ഷരത കൂടിയവരാണ്, ഇവിടെ അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല എന്ന് പറയുമ്പോഴും നമുക്കിടയിലും ISI ബന്ധമുള്ള തീവ്രവാദികൾ ഉണ്ട് എന്നുള്ളത് ഒരു വിരോധാഭാസം തന്നെയാണ്. അല്ലെങ്കിൽ ഇത് തിരിച്ചറിഞ്ഞിട്ടും പലപ്പോഴും ഇത് കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കുന്ന ഒരു സമൂഹമായിട്ട് മാറുന്നുണ്ട് നമ്മുടെ കേരളം. എന്തിനു വേണ്ടിയാണ് ആളുകളെ കൊല്ലാൻ വേണ്ടി ഇങ്ങനെ നടക്കുന്നത്? നമ്മൾ പല രാഷ്ട്രീയത്തിലും മതത്തിലും പെട്ടവരാണ്, പല ചിന്താഗതിക്കാരാണ്. പക്ഷേ നമുക്ക് സംസാരിക്കാൻ പറ്റും, ആശയപരമായിട്ട് നല്ല നിലപാടുകൾ അറിയിക്കുവാൻ പറ്റും. അതിനെന്തിനാണ് ആയുധം എടുക്കുന്നത്? ആയുധം എടുക്കുന്നത് ഭീരുക്കളാണ്. അല്ലെങ്കിൽ ഒളിച്ചിരിക്കുന്നത്, ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം എടുത്തു നോക്കിയാലും അല്ലെങ്കിൽ മറ്റുള്ള സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഫേക്ക് ഐഡികളാണ് കൂടുതൽ. എന്തൊരു മനോരോഗമാണ്, അല്ലെങ്കിൽ എന്ത് ഭീരുക്കളാണ് നിങ്ങൾ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ആയുധമെടുക്കുന്നതും ഭീരുക്കളാണ്, അതുപോലെ തന്നെ ഫേക്ക് ഐഡി തുടങ്ങിയിട്ട് ഒരു പരിചയമില്ലാത്തവനെ ചീത്ത വിളിക്കുന്നവന്മാരും ഭീരുക്കളാണ്. സ്വന്തം ഐഡന്റിറ്റി വെളിപ്പെടുത്തിക്കൊണ്ട് എന്തുകൊണ്ട് നിങ്ങൾക്ക് ആശയപരമായിട്ട് കാര്യങ്ങളെ വിലയിരുത്തിക്കൂടാ, അല്ലെങ്കിൽ ആശയപരമായിട്ട് നിലപാടുകൾ അറിയിച്ചുകൂടാ? നിങ്ങളുടെ ഭാഗത്ത് സത്യമുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു തീവ്രവാദിയാകേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ ആയുധമെടുക്കേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ ആരെയും ചീത്ത വിളിക്കേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ പരിഹസിക്കേണ്ടയോ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് തേജോവധം ചെയ്യേണ്ട കാര്യവുമില്ല. നിങ്ങൾക്ക് ആശയപരമായിട്ട് നിങ്ങളുടെ ഭാഗത്ത് സത്യമുണ്ടെങ്കിൽ അത് നന്നായിട്ട് അവതരിപ്പിക്കുവാൻ സാധിക്കും. നിങ്ങൾ പറയുന്നത് ശരിയാണെങ്കിൽ, അതിന് വസ്തുതാപരമായിട്ടുള്ള അടിസ്ഥാനമുണ്ടെങ്കിൽ, അതിന് തെളിവുകളുണ്ടെങ്കിൽ നിങ്ങൾ പറയുക. നിങ്ങൾ കള്ളമാണ് പറയുന്നുണ്ടെങ്കിൽ ആൾക്കാർക്ക് അത് മനസ്സിലാവും. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ മതത്തിൽ വിശ്വസിച്ചതുകൊണ്ടോ നിങ്ങൾക്ക് മറ്റൊരു വ്യക്തിയെ കൊല്ലുവാൻ തോന്നുന്നുണ്ട്, ബോംബെറിഞ്ഞ് കൊല്ലുവാൻ തോന്നുന്നുണ്ട്, വെട്ടിക്കൊലപ്പെടുത്തുവാൻ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചിന്താഗതിക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ മാനസികമായിട്ട് നിങ്ങൾക്ക് എന്തോ വൈകല്യമുണ്ട്. അത് എത്രയും വേഗം ചികിത്സിച്ച് ഭേദമാക്കുക. ഭ്രാന്തിന് ചികിത്സയുണ്ട്. അത് കുതിരവട്ടത്തോ ഓളംപാറയിലോ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പോയി ചികിത്സിക്കുക. നോക്കൂ, ഇവിടെ നിന്ന് പിടികൂടിയ തീവ്രവാദികൾ ഉൾപ്പെടെയുള്ളവരുടെ പ്ലാൻ എന്ന് പറയുന്നത്, പദ്ധതി എന്ന് പറയുന്നത്, സ്വാതന്ത്ര്യ ദിനത്തിന് മുമ്പ് അക്രമം ഉണ്ടാക്കുക എന്നുള്ളതാണ്, ആൾക്കാരെ കൊല്ലുക എന്നുള്ളതാണ്. എന്ത് കഷ്ടമാണത്! 253 തീവ്രവാദികളെ പിടികൂടി എന്നുള്ളതാണ് കണക്ക്, ഇന്ത്യയിൽ നിന്ന് ആകെ മൊത്തം. അതിൽ 2 പേർ മലയാളികൾ. ചിന്തിക്കുക, നമ്മുടെ ചുറ്റും ഇതുപോലെ എത്ര തീവ്രവാദികൾ ഉണ്ടാവും? മതത്തിന്റെ പേരിൽ വെട്ടാനും കൊല്ലാനും ബോംബെറിയുവാനും നമുക്ക് ചുറ്റും എത്ര പേരുണ്ടാവും? ഒരു സ്വയം ഒന്ന് ചിന്തിക്കുക, ഒരു പുനർചിന്തനം ഉണ്ടാവുക, സ്വന്തം കുടുംബത്തിന് വേണ്ടി ജീവിക്കുക. നമുക്ക് രാഷ്ട്രീയമുണ്ട്, മതമുണ്ട്, അതിനുവേണ്ടി സംസാരിക്കണം, നിലപാടുകൾ അറിയിക്കണം, ആശയപരമായിട്ട് അതിൽ വസ്തുതയുണ്ടെങ്കിൽ അത് വിളിച്ചു പറയണം, അത് കേൾക്കുവാനായിട്ട് ആൾക്കാരുണ്ടാവും. പക്ഷേ ഒരു മനുഷ്യനെ കൊല്ലാൻ വേണ്ടി ആകരുതൊന്നും.